നമ്മുടെ രാജ്യത്ത് ഒരു വലിയ നിയമം നടപ്പിലാകാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളുകളായിട്ടും ഇത്രയും സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ബില്ല് നടപ്പിലാക്കുന്നത് കോൺഗ്രസ് സർക്കാർ അട്ടത്ത് വച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നതും ഈ വൃത്തികെട്ട കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വനിതാ സംവരണ ബില്ലാണിത്. എന്തായാലും വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനം കണക്കിലെടുത്ത് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ എംപിമാർക്കും കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 16 മുതൽ 18 വരെ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാ അംഗങ്ങളും സഭയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് പാർട്ടി 3 വരി വിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരു എംപിക്കോ കേന്ദ്രമന്ത്രിക്കോ അവധി നൽകില്ലെന്നും എല്ലാ അംഗങ്ങളും പാർലമെന്റ് നടപടികളിൽ സജീവമായി പങ്കെടുക്കണമെന്നും BJP വ്യക്തമാക്കി. സർക്കാരിന് വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതിനാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യം നിർബന്ധമാണെന്നും വിപ്പ് കർശനമായി പാലിക്കേണ്ടതുണ്ടെന്നും BJP പുറത്തിറക്കിയ കത്തിൽ പറയുന്നു. ഈ പ്രത്യേക സമ്മേളനം രാജ്യത്തെ രാഷ്ട്രീയ ചൂടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് ഈ വിഷയത്തിൽ ആദ്യം ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നും അതിർത്തി നിർണയം പോലുള്ള വശങ്ങളിൽ വ്യക്തത നൽകണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ പ്രസിഡന്റും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് ഒരു കത്തെഴുതി. വനിതാ സംവരണ ബില്ലും ഭരണഘടനാ ഭേദഗതികളും ചർച്ച ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെയാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചിരിക്കുന്നതെന്നും പല പ്രധാന വിശദാംശങ്ങളും ഇപ്പോഴും വ്യക്തമല്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഈ ബില്ലിലൂടെ വലിയൊരു സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനുള്ള തന്ത്രമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. നാണമുണ്ടോ കോൺഗ്രസ് എന്ന് മാത്രമേ കോൺഗ്രസിനോട് ചോദിക്കാനുള്ളൂ. രാജ്യത്തെ സ്ത്രീകൾ അഭിവൃദ്ധിപ്പെടുന്നത്, രാജ്യത്തെ സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുന്നത്, രാജ്യത്തെ സ്ത്രീകൾ അവരവരുടെ നിലയ്ക്ക് തീരുമാനമെടുക്കുന്നത് ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത വെറും വൃത്തികെട്ട നശിച്ച് നാറിയ പാർട്ടിയായി മാറുകയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാർലമെന്റിൽ വിഷയം ഗംഭീരമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും അത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ട, ആദ്യം ഞങ്ങളെയൊക്കെ വിളിച്ചൊരു സർവകക്ഷി യോഗത്തിൽ അത് ആദ്യം ചർച്ച ചെയ്യൂ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എത്ര വൃത്തികെട്ട നിലപാടാണ് ഇത് എന്ന് ആലോചിച്ച് നോക്കണം. ന്യൂസ് ഡെസ്ക് മലയാളം.